ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ കുറച്ചധികം കിച്ചൺ ടിപ്പുകളായിട്ടാണ് എൻ്റെ വന്നിട്ടുള്ളത്. എന്തായാലും വീട്ടമ്മമാർക്കും അതേപോലെ കുക്കിംഗ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ കുറച്ചധികം ടിപ്പുകൾ നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് നിങ്ങൾ അപ്പം തന്നെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഒരു ചിക്കൻ ഫ്രൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ടേസ്റ്റ് കൂടാനായിട്ട് ഞാനൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ പീസാക്കിയിട്ട് എടുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാറുണ്ട് കേട്ടോ. പിന്നെ മാക്സിമം നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ മാരിനേഷന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കാറ്. പിന്നെ നല്ലൊരു കളറും കിട്ടും. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, അതേപോലെ തന്നെ ചിക്കൻ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ കേട്ടോ. പിന്നെ ഒന്നിലേക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചധികം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതേപോലെ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പച്ചമുളക് ഇങ്ങനെ അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്യുക, ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാറില്ലേ. അപ്പം ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ പച്ചമുളക് ചേർക്കുമ്പോൾ അതിലേക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ കിട്ടൂട്ടാ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ പുളി കുറവുള്ള കുറച്ച് കട്ട തൈര്, ഒരുപാട് പുളി വേണ്ട കേട്ടോ, ഒരു മീഡിയം ടൈപ്പിൽ പുളിയുള്ള കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു മാരിനേഷൻ ചിക്കനിൽ നന്നായിട്ട് മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം. അപ്പം അതുകൊണ്ടാണ് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് വെള്ളമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിക്കനിൽ മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇതേ രീതിയിൽ നല്ല തിക്കായിട്ട് തന്നെ ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. എപ്പോഴും ചിക്കനും മീനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് ആ ഒരു മസാലയൊക്കെ പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എപ്പോഴും ഓയിലൊക്കെ ഫ്രൈ ചെയ്യുന്നതിലും നല്ലൊരു ഫ്ലേവർ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ, മീനായാലും ചിക്കൻ ആയാലൊക്കെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നല്ല ചൂടായതിനു ശേഷം മാത്രം ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രം ഇത് ഫ്രൈ ചെയ്യുക. പിന്നെ ചിക്കൻ്റെ ഉൾവശം നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു 5 മിനിറ്റ്, ഒരു 1-2 മിനിറ്റ് എങ്കിലും ചിക്കൻ ഒന്ന് നമ്മൾ ഒരു മൂടി വെച്ചിട്ട് അടച്ച് മൂടിയിട്ടിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഉൾവശം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ നമ്മളെപ്പോഴും ചിക്കൻ മറിച്ചിടുന്ന ടൈമിൽ ഇതേപോലെ ഒരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മസാല ഒന്നും ഇളകി പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് മറിച്ചിടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മറിച്ചിടാനായിട്ട് പറ്റൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച വലിയ ചട്ടകൂക്കില്ലേ, അങ്ങനത്തെ തവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കനിൽ നിന്ന് മസാലയൊക്കെ ഇളകി പോയിട്ട് അത്ര നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മറിച്ചിടാനായിട്ട് പറ്റാറില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ചിക്കൻ മറിച്ചിടുക. എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കുന്ന ടൈമിൽ മാത്രം ഈ ഒരു തവി ഉപയോഗിക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു തവി വെച്ച് ഇളക്കുമ്പോൾ ആ ഒരു മസാലയൊക്കെ പെട്ടെന്ന് ഇളകി പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ടൈപ്പ് സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിടാം. പിന്നെ ഒരു വശം ഒന്ന് കുക്കായതിനു ശേഷം മാത്രം തിരിച്ചിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്.
മസാലയൊക്കെ നല്ല ചിക്കനിൽ കോട്ടായിട്ട് നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് സവാളയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ വീട്ടിലൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. പച്ചമുളക് ചതച്ചത് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി ഞാനൊരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം നല്ല കിട്ടിലും ടേസ്റ്റിലും നല്ല തരിയോട് കൂടിയിട്ടുള്ള കട്ട പിടിക്കാത്ത ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതിനായിട്ട് ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാട്ട്. ഞാനപ്പോൾ അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, നമ്മൾ സാധാ പരിപ്പ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉഴുന്ന് പരിപ്പും കൂടെ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. ഒരുപാട് മൂത്ത് വരണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന ടൈമിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഉപ്പുമാവിന് കുറച്ച് വെള്ളം മാത്രം എടുക്കുക. ഓവറായിട്ട് നമ്മൾ റവ ഇപ്പോൾ ഒരു കപ്പ് റവയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം വെള്ളം മതിയാകൂട്ട്. എപ്പോഴും കുറച്ചെടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ്, അതാണ് ഞാനിതിൽ സെപ്പറേറ്റ് വറുത്തെടുക്കാത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവ എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് അടച്ച് മൂടിയിട്ടിട്ടൊന്നും കുക്ക് ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ ഇതാ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് റവയല്ലേ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ, നല്ല തരിയായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കട്ട പിടിക്കാണ്ട് എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുക്കുക കേട്ടോ. വെള്ളം കൂടി പോകുന്ന ടൈമിലാണ് എപ്പോഴും ഉപ്പുമാവ് ഇങ്ങനെ കട്ട പിടിച്ച് കിട്ടുന്നത് കേട്ടോ. കട്ട പിടിച്ചിരിക്കുന്നത് വെള്ളം കൂടി പോകുമ്പോഴാണ്. പിന്നെ അതേപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് തീ കിടത്തിയതിന് ശേഷമായിട്ടാണ് ഞാനിതാ കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉപ്പുമാവിന്. നമ്മൾ സാധാ ഉണ്ടാക്കുന്നതിനും കുറച്ച് നല്ല ടേസ്റ്റിൽ ഉപ്പുമാവ് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുട്ടികളും കഴിച്ചോളൂ കേട്ടോ. കാരണം ഇതിൽ ഇടയ്ക്ക് ആ ഒരു പരിപ്പ് കടിക്കാനും ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപ്പുമാവ് കഴിക്കാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഗ്രീൻ പീസ് ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോഴും എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നല്ല കിട്ടിലൻ ഉപ്പുമാവാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ല തരിയായിട്ടുള്ള ഉപ്പുമാവാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി നെക്സ്റ്റ് ഒരു നല്ല കിട്ടില മീൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് ഈ മീൻ ഫ്രൈക്ക് നല്ലൊരു മസാല ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളിയുടെ അല്ലി. അതേപോലെ ഒരു 8 അല്ലി ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക്, അതേപോലെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മല്ലി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ ഫ്രൈയിന്. പിന്നെ അതേപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകം. പിന്നെ നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതൊരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാന്നുണ്ടെങ്കിൽ ഒരു 1-2 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒരു 1-2 ടീസ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഒരു മല്ലിയും കുരുമുളകൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ട് വരണം. ഇനിയിപ്പോൾ നമുക്കിത് കഴുകി ക്ലീൻ ആക്കിയിട്ടുള്ള മീനിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു മസാല വെച്ചിട്ട് ഏത് മീൻ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുക, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഈ ഒരു മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ മസാല ഞാൻ ഈ ഒരു മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഈ ഒരു അരിപ്പൊടിയും കൂടെ നമ്മൾ മീൻ ഫ്രൈ ഏത് മീൻ ഫ്രൈ ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസാലയൊക്കെ നമ്മുടെ മീനിൽ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടി നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ ഈ അരപ്പ് നന്നായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടിക്കോളും. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതാ ഞാൻ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓരോ പീസ് മീനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമല്ലിയും അതേപോലെ പെരിഞ്ചീരകവും നിങ്ങൾ ഈ ഒരു അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു മീൻ ഫ്രൈക്ക്. അപ്പം അങ്ങനെ ആ മീൻ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഒരിക്കലും ഇത് ഇളക്കി മിക്സ് ചെയ്യരുത്, മറിച്ചിടാൻ നോക്കരുത്. ഒരു വശം ഒന്ന് കുക്കായതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു മസാല ഒന്നും ഇളകി പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മീൻ കിട്ടും. കണ്ടില്ല, ആ മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു മീൻ ഫ്രൈ ആണിട്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാൻ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ മീൻ ഫ്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ്, നല്ലൊരു മസാലയാണ് കേട്ടോ ഈ ഒരു മീനിൻ്റെ മസാല. അടിപൊളി ടേസ്റ്റാണ്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. ഇനി അടുത്ത ടിപ്പ് നമ്മളൊരു കിടിലൻ കടലക്കറിയാണ് കേട്ടോ. കടലക്കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ചെയ്യുന്ന 1-2 ടിപ്പുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ നമ്മൾ മീൻ കറിയിലൊക്കെ ഉലുവിട്ട് പൊട്ടിക്കൂലേ, അതേപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കടലക്കറിക്ക് ഈ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ആ ഒരു ഉലുവയും കൂടെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരണം. കരിഞ്ഞു പോരുതിട്ട് ഉലുവ ഒരിക്കലും, കരിഞ്ഞു പോയാലൊരു കയ്പ്പ് ടേസ്റ്റ് വരും. എന്നിട്ട് പിന്നെ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വാടിയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴല്ല കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്ന ടൈമിൽ നമ്മൾ ഇതാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓൾറെഡി എല്ലാ പൊടികളും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പൊടിയാണിത്. മുളക് പൊടിയും മല്ലിപ്പൊടി ചിക്കൻ മസാല അങ്ങനെയുള്ള എല്ലാ പൊടികളും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കുക്കറിൽ കടല ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഒരു കടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഈ ഒരു മസാലയും കടലയും കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് തിളച്ചൊന്ന് വരണം കേട്ടോ. അപ്പോൾ അത് ഇതാ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനെന്ന് പറഞ്ഞില്ല, അത് ഇതാണ് കേട്ടോ. കായത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മതിയാകും. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മതി കേട്ടോ ഈ ഒരു കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ കടലക്കറിക്ക്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് മീൻ കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് കാണിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾ എങ്ങനെ വെക്കുന്ന മീൻ കറി ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇതാ ഈ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചൂരക്കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറിയുടെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോട്ടെ, അടിപൊളിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാര്യവും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ചിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഞാനൊരു 5-6 ചെറിയുള്ളിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് ഇതേപോലെ ഇങ്ങനെ ആ ഒരു ചെറിയുള്ളിയുടെ അല്ലികളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് തിരുമ്പി എടുക്കാം കേട്ടോ കൈ വെച്ചിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മിക്സാണ് ലാസ്റ്റ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്
കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കറിയൊക്കെ നന്നായിട്ട് മീനൊക്കെ വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കീറിയിട്ട്, അതേപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളിയും ചെറിയുള്ളിയും വെളിച്ചെണ്ണയും കൂടെ ഉള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ കറിയിലേക്ക്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തീയിൽ ചൂടിൽ കിടന്നിട്ട് അതൊന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. നമ്മളെപ്പോഴും വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിക്കാറുണ്ടല്ലേ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ. പക്ഷെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, മീൻ കറിക്ക് കിട്ടില്ല ടേസ്റ്റാണ്. നമ്മൾ എന്നിട്ട് ഇതൊന്ന് അടച്ചു മൂടി വെച്ചാൽ മതി, ആ ഒരു ചൂടിൽ കിടന്നിട്ട് അതങ്ങോട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് മീൻകറി ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ, കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.